ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എങ്ങനെയാണ് മട്ടൻ കറിയോ ഇറച്ചിക്കറിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മളിവിടെ 2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നല്ല ശരിക്കൊന്ന് വാഷ് ചെയ്ത് നമ്മൾ ഇറച്ചി മുങ്ങുന്ന അത്ര വെള്ളം വെച്ച് ഒരു അരമണിക്കൂർ നേരം നമ്മൾ വേവിക്കുക. അതിൻ്റെ ആ വേവുന്ന നേരത്ത് നമ്മൾ 4 ഉള്ളി, ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ക്യാപ്സിക്കൻ, അതുപോലെ തന്നെ 3 തക്കാളി, പിന്നെ മസാല ഐറ്റംസിൽ 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ, 1/2 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, മീറ്റ് മസാല 1 ടീസ്പൂണ്, കുറച്ച് നല്ല ജീരകം. ഞാൻ ഇവിടെ ജെയ്ത്തെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ഉള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഏകദേശം എണ്ണ നിങ്ങൾ ആ പാകത്തിനനുസരിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷിൽ പൊതുവെ എണ്ണ കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പം നമ്മളെ ഇഷ്ടത്തിന് എണ്ണ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് നമുക്ക് വന്നിട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കൻ അതിലേക്ക് ഇടുകയാണ്. ക്യാപ്സിക്കന് ബദലായിട്ട് നമുക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് മുറിച്ചിട്ടാലും മതി. ഇത് പൊതുവെ നോർത്ത് ഇന്ത്യൻ ഡിഷിൽ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ അതിന് ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കനൊക്കെ അതിലേക്കൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പുറത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. കൂടെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച എല്ലാ മസാലയും കൂടി ഒന്നായി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു മാഗിൻ്റെ ക്യൂബ്, ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് മാഗി ക്യൂബ് നമ്മൾ ഇതിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, അതുപോലെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ് എന്തിനാണ് ഇടുന്നത് വെച്ചാൽ ഒന്ന് റെഡ് കളർ വരാണ്. തക്കാളി നല്ല ചുവന്ന കളറിലുള്ള തക്കാളി ആണെങ്കിൽ തക്കാളി മാത്രം മതി, ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആവശ്യം. കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. Paano? Water. Good. അപ്പം നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ടൊന്ന് മിക്സായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെട്ടിവെച്ച പകുതി മല്ലിച്ചപ്പ് നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യും. അപ്പം നമ്മളെ മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അടുത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും